രാഹുൽ ഗാന്ധിയുടെ സ്നേഹത്തിൻ്റെ കടയുടെ കേരള ബ്രാഞ്ച് ഉടൻ പൂട്ടും. ഏറിയാൽ 1 വർഷം. അത്രയൊന്നും കാത്തിരിക്കേണ്ട കാര്യം വരില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പോടെ അതിനൊരു തീരുമാനമാകും. രാഹുൽ എന്നു പേരുള്ള മറ്റൊരു വിദ്വാനാണ് ഇത്ര നേരത്തെ ഇതിനൊരു കളമൊരുക്കി കൊണ്ടുവരുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അധിക നാൾ ഓടില്ലെന്ന് എല്ലാവർക്കും നേരത്തെ അറിയാമായിരുന്നു. പക്ഷേ രാഹുൽ മാങ്കൂട്ടം എന്ന മഹാനായ വ്യക്തി അതിനാക്കം കൂട്ടിയെടുത്തു. ഒരുവൻ കാണിച്ച പിതൃശൂന്യതയെ മുഴുവൻ പാർട്ടി നേതാക്കളും അവരവർക്ക് ഇഷ്ടമുള്ള നിലയിലാണ് വ്യാഖ്യാനിക്കുന്നത്. അതിലേറ്റവും കൗതുകം തോന്നിയ ഒരു വിശദീകരണം KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിൻ്റേതാണ്. രാഹുൽ മാങ്കൂട്ടം നിയമസഭയിൽ പങ്കെടുക്കാൻ വരുമ്പോൾ അതിനെ തടയുന്നവരെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുമെന്ന അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഒന്നൊന്നര പ്രസ്താവനയായിരുന്നു. അദ്ദേഹം ഒരു വലിയ മനസ്സിൻ്റെ ഉടമയാണെന്ന് വ്യക്തമാക്കുന്ന പ്രസ്താവനയായിരുന്നു. അപ്പോൾ പിന്നെ ഒരു സംശയം, മാങ്കൂട്ടം തെറ്റുകാരനല്ലെങ്കിൽ എന്തിനാണ് പുറത്താക്കിയത്? ആരെങ്കിലുമൊക്കെ ചായക്കടയിലിരുന്ന് പരദൂഷണം പറയുമ്പോൾ പുറത്താക്കാനും അകത്താക്കാനുമുള്ളതാണോ പാർട്ടി നേതാക്കന്മാരും തിരഞ്ഞെടുക്കപ്പെട്ട സാമാജികരും? മറ്റൊരു സംശയം, പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ഒരുത്തനെ സംരക്ഷിക്കേണ്ട എന്ത് തേങ്ങയാണ് പാർട്ടി നേതൃത്വത്തിനുള്ളത്? ഇത് വിരോധാഭാസം തന്നെയാണ്. എൻ്റെ പൊന്ന് സണ്ണിച്ചേട്ടാ, വീണെടുത്ത് കിടന്നുരുണ്ടാൽ ചെളി പറ്റുമെന്ന കാര്യത്തിന് യാതൊരു തർക്കവും വേണ്ട. പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയാൽ തൽക്കാലം പൊട്ടന്മാരായ പൊതുജനം ഇതെല്ലാം മറക്കുമെന്നാണോ നിങ്ങളുടെ ചിന്ത? ഒരു സാധാരണ പാർട്ടി പ്രവർത്തകനോ സാധാരണക്കാരനോ ചെയ്യുന്ന കുൽസൃത പ്രവൃത്തികളൊന്നുമല്ല മാങ്കൂട്ടം ചെയ്തിരിക്കുന്നത്. ആരൊക്കെ വെളുപ്പിക്കാൻ നോക്കിയാലും വെളുക്കില്ല. അപ്പോഴാണ് രണ്ടും കൽപ്പിച്ച് മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിവരിച്ച റിനി ആൻ ജോർജ് എന്ന പെൺകുട്ടിയെ കണക്കിന് ആക്ഷേപിച്ച് സൈബർ അറ്റാക്ക് നടത്തി ഒരു പരുവമാക്കാമെന്ന് കരുതിയത്. പല സാമൂഹിക മാധ്യമങ്ങളെയും അതിനുവേണ്ടി കൂട്ടുപിടിക്കുകയും ചെയ്തു. ചിലർക്കെങ്കിലും കൈനിറച്ച് കാശ് കിട്ടിയാൽ കണ്ണിൽ തിമിരം ബാധിക്കും. റിനി ആൻ ജോർജിനുള്ള ഏറ്റവും വലിയ അയോഗ്യത ആ കുട്ടി VD സതീശൻ്റെ സുഹൃത്തിൻ്റെ മകളായിപ്പോയി എന്നുള്ളതാണ്. VD സതീശനെയും ചേർത്ത് എന്തെല്ലാം കഥകളാണ് മാങ്കൂട്ടത്തിൻ്റെ മാത്രമല്ല ഷാഫിയുടെയും വെട്ടുകിളികൾ ഉണ്ടാക്കിയെടുത്തത്. ഷാഫിയെ പറഞ്ഞിട്ട് കാര്യമില്ല, അന്തമിട്ട പ്രതി എന്തും ചെയ്യുമെന്നാണ് പ്രമാണം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ UDFൻ്റെ നേതൃത്വത്തിൽ വരുന്ന മന്ത്രിസഭയെ നയിക്കേണ്ട ആളായിരുന്നു ഷാഫി എന്ന് ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങളാരും ഞങ്ങളെ തെറി വിളിക്കരുത്. കേരളത്തിൽ കോൺഗ്രസിൻ്റേതായി ഒരു മുസ്ലിം മുഖ്യമന്ത്രി ഉണ്ടാകണമെന്നത് അവരുടെ ഒരു ആഗ്രഹമാണ്, വർഷങ്ങളായുള്ള ആഗ്രഹമാണ്. ലീഗിന് ഒരു കാരണവശാലും മുഖ്യമന്ത്രി സ്ഥാനം കോൺഗ്രസ് നൽകില്ല. മുൻപൊരിക്കൽ ഒരു മുസ്ലിം ലീഗ് നേതാവ് മുഖ്യമന്ത്രി ആയത് തന്നെ ക്രൈസ്തവ പുരോഹിത വർഗത്തിൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെ ഫലമായിരുന്നു. ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. അല്ലായിരുന്നുവെങ്കിൽ അന്ന് KM മാണിയായിരുന്നു മുഖ്യമന്ത്രി ആകേണ്ടിയിരുന്നത്. അതിനൊരു അവസാനം കണ്ടെത്തി ഒരു ടേം മുഴുവൻ ഒരു മുസ്ലിം മുഖ്യമന്ത്രി കേരളം ഭരിക്കണമെന്ന ദീർഘവീക്ഷണത്തോടെ ലീഗും കോൺഗ്രസിലെ ഒരു വിഭാഗവും ദീർഘകാലത്തെ പഠനത്തിനും പദ്ധതിക്കും ശേഷം ആവിഷ്കരിച്ച ഒരു പദ്ധതിയായിരുന്നു അത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പിടിപ്പുകേട് കൊണ്ട് തകർന്നടിഞ്ഞു പോയത് ആ മനക്കോട്ടയാണ്. അതിൻ്റെ കലിപ്പിലാണ് VD സതീശനെതിരെ നിരന്തരമായി നടത്തുന്ന സൈബർ ആക്രമണം. VD സതീശനെതിരെ നടക്കുന്ന ആക്രമണങ്ങൾ കോൺഗ്രസിനെയാണ് ഇല്ലാതാക്കുന്നതെന്ന് ചിന്തകന്മാർക്ക് ആർക്കുമില്ല. മോൻ ചത്താലും വേണ്ടില്ല, മരുമോളുടെ കണ്ണീർ കണ്ടാൽ മതി. അത് അക്ഷരശഃ പ്രാവർത്തികമാക്കുകയാണ് ഷാഫിയും കൂട്ടരും. അടുത്ത രംഗത്തോടുകൂടി ഈ നാടകം അവസാനിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മൾ കാണാൻ പോകുന്നത് തെരുവ് യുദ്ധമായിരിക്കും, അതായത് കലാശക്കൊട്ട്. ഔദ്യോഗിക ഭാഗം ആരാണെന്ന് തെളിയിക്കുവാനുള്ള പോരാട്ടം. ഇന്ദിരാഭവൻ മുതൽ താഴോട്ടുള്ള മുഴുവൻ പാർട്ടി ഓഫീസുകളും പിടിച്ചെടുക്കുവാനുള്ള യുദ്ധം. BJPയും CPMും കാണിക്കുന്ന അടവ് നയമാണ് നമ്മളിവിടെ കാണേണ്ടത്. വെറുതെ ചൂണ്ടയിട്ട് കാത്തിരിക്കുക. കോൺഗ്രസ്സുകാർ പരസ്പരം വെട്ടിമരിക്കുന്ന കാഴ്ച കാണുന്നത് തന്നെ കണ്ണിനൊരു കൗതുകമാണ്. അത്യാവശ്യം എണ്ണയൊഴിച്ച് മാത്രം കൊടുത്തുകൊണ്ടിരുന്നാൽ നന്നായി ആളിക്കത്തും. അത് കൃത്യമായി പിണറായി വിജയൻ അറിയാം.